ഈ ഒരു വീഡിയോയില് മുന്നേ ഞാൻ ഇട്ടിരുന്നു ക്വിസാറ്റിനകത്ത് ഹൈ വെയിറ്റേജ് ഒക്കെ ഏതൊക്കെയാണ്. ഇപ്പൊ ചാപ്റ്റർ വൈസ് ഏകദേശം ഞാൻ എന്റെ ക്രാഷിൽ എല്ലാ ടോപ്പിക്കുകളും തീരാറായി. 1-2 ടോപ്പിക്കുകളേ ഉള്ളൂ, കുഞ്ഞു ടോപ്പിക്കുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ടോപ്പിക്കുകളാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മിനിമം ഒരു 66 ക്വസ്റ്റ്യൻ, മാക്സിമം ഒരു 80 ക്വസ്റ്റ്യൻ വരെ പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകളെ കണക്കിരിക്കും. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് നിങ്ങൾക്ക് ഒരു 66 ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും. അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു 70 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 75 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. 80 വരെയാണല്ലോ പോവാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ലെവൽ കണക്കിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ സ്കോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പർ 8 തൊട്ട് 10 ക്വസ്റ്റ്യൻ വരെ വരും. അതിനകത്ത് ലോക്കസ് ഉണ്ട്, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് രണ്ടുമായിരിക്കും, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ലോക്കസ്. അപ്പൊ ലോക്കസും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഗ്രാഫ് വെച്ച് പഠിക്കണം ലോക്കസിന്റെ. അത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് കുഴപ്പമില്ല, അത്യാവശ്യം എന്താണ് ഒരു മോഡറേറ്റ് ടോപ്പിക്, അത്ര ഡിഫിക്കൽട്ട് ടോപ്പിക് ഒന്നും അല്ല. ക്യുസാറ്റിന്റെ ട്രിഗണോമെട്രി 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ, ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചിലപ്പോൾ അതിൽ കൂടാം. പക്ഷെ ലോവസ്റ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെച്ച് ഇട്ടേക്കുന്നത്. അപ്പൊ അവിടെ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഫോർമുല ഉണ്ടെങ്കിൽ പ്രാക്ടീസും ഫോർമുല ഉണ്ടെങ്കിൽ പറ്റും. അപ്പൊ ഇത് ടഫ് ആകത്തില്ല, ഇത് ഈസി ആയിരിക്കും. ഇത് മോഡറേറ്റ് ആയിരിക്കും, അങ്ങ് ഹൈ ടഫ് ആകത്തില്ല. മെട്രിക്സും ഡിറ്റർമിനന്റും ഈസിയാണ്. ക്രാമേഴ്സ് റൂളും സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ഇതൊരു ഹൈ സ്കോറിംഗ് ടോപ്പിക് ആണ്. ഒരു 5 തൊട്ട് 7 വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ ടോപ്പിക്സ് വരാം. കാരണം ക്രാമേഴ്സ് റൂൾ 3 ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദിക്കാത്ത പേപ്പറുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ 3 ടോപ്പിക്കിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു 5 ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കില്ല. അപ്പൊ ഇത്രയാകുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 18 ക്വസ്റ്റ്യനോളം കിട്ടും 3 ടോപ്പിക്ക്. ഇനി ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിൽ നിന്ന് ഏകദേശം ഒരു 2 ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ കാണത്തില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതെന്താണ്, നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ വേണ്ട, നിങ്ങൾക്ക് ജോമെട്രി അറിയെങ്കിൽ പരാബോളുടെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതെന്താണ്, നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ ഓക്കെയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഓക്കെ കിട്ടിയാൽ ഓക്കെയാണ്. അപ്പൊ എങ്ങനെ പോയാലും ഇതിൽ നിന്ന് ഒരു 8-12 ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഒക്കെ വെച്ച് ചെയ്യാം. അപ്പൊ ഇതെന്താണ്, ഒരുവിധം മോഡറേറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് വരത്തില്ല. ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് എന്താണ്, നിങ്ങൾക്ക് ഒരു 8 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ എത്രയായി, 16, 10, ഏകദേശം ഒരു 26 ക്വസ്റ്റ്യൻസോളായി. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് എന്താണ് ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ലിമിറ്റ്സ് 2 ക്വസ്റ്റ്യൻ ആവാം ഏറ്റവും ലീസ്റ്റ്, മാക്സിമം 5 വരെയൊക്കെ പോകും. എന്നാലും ഒരു സേഫർ സോൺ 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ കാണും. എല്ലാം ഇക്വേഷൻ അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന സെയിം ഫോർമാറ്റ് ആണ്. അപ്പം ഒന്നെങ്കിൽ സീരീസിന്റെ രീതിയിൽ വരും, റിപ്പീറ്റ് ആയിട്ട് ഇൻഫൈനൈറ്റ് സീരീസ് വരും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് 1/∞ ഫോം, നമുക്ക് അറിയാവുന്ന നോൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പൊ ഇതെന്താണ്, ലിമിറ്റ്സ് ഈസി ആണ്. 3 ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒരെണ്ണം കൂടിപ്പോയി ടഫാ. അപ്പൊ എങ്ങനെ പോയാലും ഇതൊരു അഷ്വേർഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ കിട്ടുന്ന ടോപ്പിക്കാണ്, ഷുവർ ആണ്. ഇത് സീക്വൻസ് ആൻഡ് സീരീസ് ഒരു 5 തൊട്ട് 7 ടോപ്പിക്കാണ്. കുറെ റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ PYQ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഏത് പേപ്പർ എടുത്താൽ നിങ്ങൾ നോക്കിയാൽ മതി. സീരീസ് എക്സ്പാൻഷൻ ഒന്നെങ്കിൽ log 1+x അല്ലെങ്കിൽ e⁻x എക്സ്പാൻഷൻ. സൈൻ്റെ കോസിന്റെ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഒരു ആണ് ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് എന്താണ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം വെച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു 5 തൊട്ട് 7 ക്വസ്റ്റ്യൻ വരെ കിട്ടും. ബൈനോമിയൽ തിയറം ചോദിക്കാത്ത പേപ്പർ ഉണ്ട്, 3 സെറ്റ് ചോദിച്ചില്ല കഴിഞ്ഞ എക്സാമിൽ. ഒരു ഷിഫ്റ്റിനകത്ത് ഒരെണ്ണം ചോദിച്ചു, അങ്ങനെ 2 മാക്സിമം 2, അങ്ങനെ 3 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. അപ്പൊ ബൈനോമിയൽ തിയറത്തിന് നിങ്ങൾ കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് എന്താണ് റിട്ടേൺ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ബൈനോമിയൽ തിയറം ചോദിച്ചിട്ടുള്ള എല്ലാം പ്രോബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം ചോദിക്കാൻ ചാൻസ്. അപ്പോഴത്തേക്കും പ്രോബിലിറ്റിക്കകത്ത് കിട്ടും. നിങ്ങൾ ബൈനോമിയൽ തിയറത്തിന് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഒരു 3 തൊട്ട് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. സർക്കുലർ പെർമുട്ടേഷൻ ഒക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ട്. ഈസി ടു മോഡറേറ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ അത്ര ഡിഫിക്കൽട്ടി വന്നിട്ടില്ല. ഇതിന്റെ രണ്ടിനെ കൂടി കമ്പൈൻഡ് ആയിട്ടായിരിക്കും പ്രോബിലിറ്റി മിക്കവാറും വരുന്നത്. പ്രോബിലിറ്റി ഒരു 3 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെ. അപ്പൊ പ്രോബിലിറ്റി അത്യാവശ്യം NCERT അറിയെങ്കിൽ കുഴപ്പമില്ല, ഒരു മോഡറേറ്റ് വരെ പോയിട്ടുള്ളൂ, അത്ര ഡിഫിക്കൽട്ടി ഒന്നും പോയിട്ടില്ല. ഒന്നെങ്കിൽ ഈസി ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ജസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും എഴുതാൻ പറ്റും, ഒരു 7 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത സ്റ്റാറ്റ് ചോദിക്കാത്ത പേപ്പറും ഉണ്ട്, ഒരെണ്ണം ചോദിച്ചതുണ്ട്, 2 ചോദിച്ചുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയൊരു യൂസ് ഇല്ല. പക്ഷെ സ്റ്റാറ്റ് പ്രോബിലിറ്റിക്ക് അത് ചോദിച്ചിട്ടുണ്ട്. വേരിയൻസ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അങ്ങനെ എന്താണ് മീൻ ഓഫ് എക്സ്. അപ്പൊ അത് പ്രോബിലിറ്റിയിൽ സ്റ്റാറ്റ് കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബൈനോമിയലും സ്റ്റാറ്റും പെർമിറ്റേഷനും കൂടുതൽ പ്രോബിലിറ്റി കണക്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോദിക്കാതെ എന്താണ് ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കോണിക് സെക്ഷൻ. ഇപ്പൊ കോണിക്ക്
നിങ്ങൾ ഇക്വേഷൻ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിന് വെച്ചാൽ ഇക്വേഷൻ കൊണ്ട് എഴുതാൻ പറ്റൂല. പക്ഷെ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾ നല്ലപോലെ ജോമെട്രി അറിയണം. നമ്മൾ എലിപ്സിന്റെ ഡയറക്ട്രിക്സിനെ പറ്റി പഠിച്ചിട്ടില്ല NCERT-യിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ, കോൺജുഗേറ്റ് ഹൈപ്പർബോളയെ പറ്റി നമ്മൾ NCERT പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. കോൺജുഗേറ്റ് ഹൈപ്പർബോള, അങ്ങനെ കുറെ കാര്യങ്ങൾ. അസിംപ്റ്റോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അസിംപ്റ്റോട്ട് എന്ന് പറയുന്ന സാധനം സിലബസിനകത്തില്ല. അപ്പൊ അസിംപ്റ്റോട്ട് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അസിംപ്റ്റോട്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ, അതൊക്കെ. അപ്പം ഹൈപ്പർബോള. അപ്പം കോണിക് സെക്ഷൻ നിങ്ങൾക്ക് ഇക്വേഷൻ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഈസി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ജോമെട്രി വരയ്ക്കാൻ അറിയാമെങ്കിൽ, ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻ, ഒരു മിനിമം എക്സ്പെക്ടേഷൻ ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അല്ലെങ്കിൽ 3 എണ്ണം ഡയറക്റ്റ് ആയിരിക്കും, ബാക്കിയെല്ലാം ടാൻജന്റ് നോർമലും ആയിരിക്കും വരാൻ പോകുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഇക്വേഷൻ കാണാൻ പഠിച്ച് കീ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൺസെപ്റ്റ് അറിഞ്ഞാലേ തൊടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വെക്ടർ ആൻഡ് 3D. വെക്ടർ സിമ്പിൾ ആണ്, 3D സിമ്പിൾ ആണ്. പിന്നെ കൂടുതലും ചോദിച്ചിരിക്കുന്ന പ്ലെയിൻ ആണ്. അത് തന്നെ ആവണം, കാരണം ഡിലീറ്റഡ് പോർഷൻ ആവണമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് മൊത്തം വേണ്ടി വരും. പിന്നെ ഇനിക്വാളിറ്റി JEE ലെവലിൽ തന്നെയാണ് കയറുന്നത്, തിയറി. പക്ഷെ അത്രയ്ക്ക് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആകത്തില്ല. ലോഗരിതം, ഗ്രാഫ് എല്ലാം നല്ലപോലെ അറിയണം. അപ്പൊ അത്യാവശ്യം JEE-യുടെ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും തൊടാൻ പറ്റത്തുള്ളൂ. ഇനിക്വാളിറ്റി അറിഞ്ഞാലേ ലോഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ചായിരിക്കും വരുന്നത്. ഇനിക്വാളിറ്റി ലോഗ് കൂടിപ്പോയാൽ ചിലപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക് അല്ലെങ്കിൽ ഈ 2 ടോപ്പിക്ക് കമ്പൈൻഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ലോഗരിതമിക് ഇനിക്വാളിറ്റി ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ലോഗിന്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ കാണും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബാക്കി എന്താണ് അത്യാവശ്യം ലെവലായിരിക്കും. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ നല്ലപോലെ തിയറി അറിയാമെങ്കിൽ എന്താണ് 3 തൊട്ട് 5 ക്വസ്റ്റ്യൻ വരെ വരും. അത് എളുപ്പമാണ്. ഇതെന്താണ് ഒരു കൺസെപ്റ്റ് അറിയെങ്കിൽ ഈസിയാണ്. കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ വരും. അല്ല ഡിഫിക്കൽട്ട് ആകത്തില്ല, കൺഫ്യൂസ് ചെയ്യും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഭയങ്കര എളുപ്പമാണ്. കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ലീനിയർ ആണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് ഒരു ഷുവർ ടോപ്പിക് ആണ്. സ്ട്രെയിറ്റ് ലൈൻസ് 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് കൂടുതൽ വരുന്നത് ഫാമിലി ഹോമോജീനിയസ് ഇക്വേഷൻ ഇൻ ഡിഗ്രി 2 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ NCERT പഠിച്ച കാര്യമൊന്നും ആയിരിക്കത്തില്ല. പിന്നെ റെയർ ആയിട്ട് എന്താണ് ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ നോർമലി നമ്മൾ NCERT പഠിക്കുന്നത്, ബാക്കിയൊക്കെ എന്താണ് അത്യാവശ്യം ഫാമിലി ഓഫ് ലൈൻസ് ആയിരിക്കും. 2 ലൈനിന്റെ ഫാമിലി വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുന്ന ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. പിന്നെ സെറ്റ് തിയറി 1-2 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വരും. പക്ഷേ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കത്തില്ല. അത് കൂടുതലും ചോദിക്കുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനകത്ത് ഡൊമൈനർ റേഞ്ച് പോലെയും അല്ലെങ്കിൽ പെർമ്യൂട്ടേഷനകത്ത് എന്തെങ്കിലും പ്രോബിലിറ്റിയിൽ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. പ്രോബിലിറ്റിക്കകത്ത് നമ്മൾ എന്താണ് ഇന്റർസെക്ഷൻ ഒക്കെ എടുക്കത്തില്ല, വെൻ ഡയഗ്രാം. ഇത് കണക്റ്റഡ് ആയിട്ടായിരിക്കും. സെറ്റിന് വലിയൊരു ഇതില്ല. പക്ഷെ സെറ്റ് അറിയെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റ് അതിന്റെ ഒരു ബേസിക്സ് അത് ഇൻഡയറക്ട്ലി ചോദിക്കുന്നുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടുതൽ ചോദിക്കുന്ന ക്യൂബിക് ഇക്വേഷൻ ആണ്. എങ്ങനെ പോയാൽ 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ ക്യൂബിക്ക് ഭയങ്കര എളുപ്പമാണ്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ കുറച്ച് ട്രിക്കി ആവാം. പക്ഷെ എന്താണ് ക്യൂബിക്ക് ഭയങ്കര ഈസി ആയിട്ടായിരിക്കും ക്യൂബിക്ക് വരുന്നത്. അപ്പൊ ക്യൂബിക്ക് ചോദിച്ചാൽ ഭയങ്കര ഈസിയാണ്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഹൈ കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ അത് ഏറ്റവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും റിട്ടേൺ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ കിട്ടും, ട്രിഗോ കിട്ടും, ഇത് ഇത്രയും കിട്ടും, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ കിട്ടും, ലിമിറ്റ്സ് കിട്ടും, സീക്വൻസ് കിട്ടും. ബൈനോമിയൽ ഞാൻ പറയുന്നില്ല. പെർമ്യൂട്ടേഷൻ അത്യാവശ്യം നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ അത്ര സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് റിട്ടേൺ എന്തായാലും കിട്ടും. പ്രോബിലിറ്റി നിങ്ങൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് ഓട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ നോക്കുന്നതിനുള്ളത് കിട്ടും. സ്റ്റാർട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ 1/2 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യനായാലും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം, അത് ലീവ് ചെയ്തതിൽ കുഴപ്പമില്ല. കോണിക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വെർത്താണ്. നിങ്ങൾ ഫുൾ ആയിട്ട് അറിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഹാഫ് ആയിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വെക്ടറും 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇനിക്വാളിറ്റി ലോഗ് നല്ല പെർഫെക്റ്റ് ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഷുവർട്ടി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടുന്നില്ലെങ്കിൽ ഫുള്ള് പോയി. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്താണ് നല്ലപോലെ തിയറി പഠിക്കാം. റിലേഷൻ ഫംഗ്ഷൻ ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ഡെഫിനിഷനൊക്കെ അറിയെങ്കിൽ തന്നെ കയറിപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല റിട്ടേൺ തരും. സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾ ഫാമിലി ഓഫ് ഇക്വേഷൻ ഒക്കെയാണ്, നിങ്ങൾക്ക് ഒരു ഹൈ റിട്ടേൺ തരുമെന്ന് വെച്ച് കഴിഞ്ഞില്ല. പക്ഷെ നോക്കുന്നതിന് എന്താണ് ഒരു ക്വസ്റ്റ്യനും കിട്ടിയാലുണ്ട്. പക്ഷെ അത് നമുക്ക് എന്താണ് ഷുവർട്ടി പറയാൻ പറ്റില്ല. സെറ്റ് വന്നാലായി ഭാഗ്യം പോലെ ഇരിക്കും. ഇത് വരുവാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യനൊക്കെ ഒരുമിച്ച് വരും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിട്ടേൺ ഹൈ ആയിട്ട് കിട്ടും. കാരണം എന്താണ് കാണാൻ പഠിക്കാനൊന്നുമില്ല, ഡയറക്റ്റ് മെത്തേഡുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്കുകൾ ഷുവറായിട്ട് കിട്ടുന്ന ടോപ്പിക്കുകളാകുമ്പോൾ ഏറ്റവും മിനിമം എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8, ഇത്രയും 18, 26, 30, 26, 10, 20, 28, ഒരു 33, ഇതിൽ നിന്നൊരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചാലും 37. ഇതിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻ വരണം, ഡയറക്റ്റ് തിയറി വന്നിരിക്കട്ടെ 38. ബാക്കി ഇതിൽ നിന്നൊരു 44,
44, ഇതിൽ നിന്ന് ഒരു ഈസി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 45, ഇതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമെങ്കിൽ 50, ഇതിൽ നിന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു 52 ക്വസ്റ്റ്യൻ. അപ്പൊ 90 ക്വസ്റ്റ്യനകത്ത് ഒരു 50-52 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൗണ്ടാണ്. അപ്പൊ എങ്ങനെ പോയാലും ഇത്രയും ടോപ്പിക്കുകൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ നോക്കിയിട്ട് ഇത് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കുറെ പല പേപ്പറുകളിൽ പല വെയിറ്റേജ്. അപ്പൊ നമുക്കൊരു ഷുവറായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മിനിമം എന്താണ്, ചിലപ്പോൾ ഇതിപ്പോ നമ്മൾ മാക്സിമം കൂട്ടി പോകുമ്പോൾ 90 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. കാരണം എന്താണ്, ഓരോ പേപ്പർ ചിലപ്പോൾ എന്താണ്, നമുക്ക് ഒരു പേപ്പറിനകത്ത് സെറ്റ് 1-നകത്ത് പ്രോബിലിറ്റി 3 ഉണ്ടായിരുന്നു വെച്ചോ. സെറ്റ് 2-നകത്ത് ഈ പ്രോബിലിറ്റിക്ക് വരെ അവരെന്താണ് റിലേഷൻ ഫംഗ്ഷൻ 3 കയറ്റി. അപ്പൊ ഈ നമ്പറിലെ വേരിയേഷൻ വരും. പക്ഷെ ഇത് ഞാനൊരു 20 സെറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 20 സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഇതിൽ പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ഇതെങ്ങനെ പോയാലും മുൻവശത്തെ എല്ലാം വെച്ചിട്ടാണ് പറയുന്നത്. കാരണം പഴയ കൊല്ലത്തെ വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം എന്താണ് സ്റ്റാറ്റ് ചോദിക്കാത്ത പേപ്പർ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിൽ നിന്ന് ഇല്ലാത്ത സെറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. 2 ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നേ ഉള്ളൂ. ഓവറാൾ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. പക്ഷേ ഷുവർ ആയിട്ട് എന്ന് പറഞ്ഞാൽ സീരീസ് എക്സ്പാൻഷൻ ഒന്ന് ഷുവർ ആണ്. ഇതിനകത്ത് അരിത്തമാറ്റിക്കൽ ജോമെട്രി പ്രോഗ്രഷൻ ഓൾമോസ്റ്റ് ഷുവർ ആണ്. പിന്നെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ആണ്. ക്രാമേഴ്സ് റൂൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നേക്കുന്ന പേപ്പേഴ്സിൽ ഷുവർ ആണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസി പറഞ്ഞ ഒരു വെയിറ്റേജ് എന്താണ് ഓൾമോസ്റ്റ് ഷുവർ ആണ്. കോംപ്ലക്സ് നമ്പർ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ലോക്കസും വിട്ട് ഉള്ള ഒരു പരിപാടിയില്ല. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ പോളാർ ഫോം നല്ലപോലെ അറിഞ്ഞിരിക്കാം. പിന്നെ ട്രിഗോയും ഇൻവേഴ്സ് ട്രിഗോയും എന്താണ് ഇത്രയും വന്ന് 20 സെറ്റ് എടുത്താലും ഫുള്ള് ഫോമുലയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ സെറ്റ് എന്താണ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. അതായത് എക്സാം റീസെന്റ് ഇയറിൽ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫർ ആയിട്ടുണ്ട്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയെങ്കിൽ കയറിപ്പം ഇത്രയൊക്കെയാണ് ഏകദേശം എന്താണ് ഫുള്ള് പേപ്പർ അല്ലെങ്കിൽ ഫുള്ള് ടോപ്പിക്കും വന്നിട്ടുള്ള ഐഡിയ.